ഫ്രണ്ട്സ്, അപ്പം ഈസ്റ്റർ മുട്ടയുടെ ചരിത്രം എന്താണ്? ഈസ്റ്ററിന് നമ്മൾ കടകളിലൊക്കെ നമുക്ക് മുട്ടകൾ കാണും, മുയൽ കാണും. മുയലെന്ന് പറയുന്ന സമാധാനത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. ഈസ്റ്റർ മുട്ടകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റർ മുട്ടയാണ് ഈസ്റ്ററിൻ്റെ പ്രധാന ഒരു നമ്മുടെ ഇവിടുത്തെ ഷോപ്പുകളിലൊക്കെ കാണുന്ന ഒരു സംഭവം. അപ്പം ഈസ്റ്റർ മുട്ട എന്ന് പറഞ്ഞ ഒരു ഭീമാകാരമായ മുട്ടയിൽ നിന്നാണ് വിരിഞ്ഞ് ഭൂമി ഉണ്ടായതെന്ന് ചിലർ അന്നത്തെ കാലത്ത് പണ്ടുള്ളവർ കരുതപ്പെട്ടിരുന്നു. അതുപോലെ ഈസ്റ്ററിൻ്റെ കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ പ്രതിദാനം ചെയ്യുന്നതാണ് ഈ ക്രോസ് ബണ്ണുകൾ. അതും കടകളിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നതാണ്. പുരാതന മൊസോപ്പോട്ടമിയിലെ ആദിമ ക്രിസ്ത്യൻ സമൂഹമാണ് ഈസ്റ്റർ മുട്ടകൾ ആദ്യമായി നിർമ്മിച്ചത്. ചുവപ്പ് നിറത്തിലുള്ള മുട്ടകളാണ് അവർ ഉണ്ടാക്കിയത്. ചുവപ്പ് ഈശോയുടെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും പ്രതിദാനം ചെയ്യുന്നു. 1610 ആഗോള ക്രിസ്ത്യൻ സമൂഹം ഒരു ഈസ്റ്റർ മുട്ടകൾ ഒരു ആഗോള ആചാരമായിട്ട് കണക്കാക്കി തുടങ്ങി. പാശ്ചാത്യ സമൂഹം ഒഴിഞ്ഞ മുട്ടയോട് ഈശോയുടെ ഒഴിഞ്ഞ കല്ലറയോട് സാമ്യപ്പെടുത്തുന്നു. മുട്ട പൊട്ടിയുണ്ടാകുന്ന പുതുജന്മത്തെ ഈശോയുടെ പുനരുത്ഥാനവുമായി സാമ്യപ്പെടുത്തുന്നു. ഏറ്റവും കൂടുതൽ കളർ മുട്ടകൾ എന്ന് പറഞ്ഞാൽ ചുവപ്പാണ്. യേശുദേവൻ ചീന്തിയ രക്തത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ചുമന്ന മുട്ടകൾ ഏറ്റവും കൂടുതലുള്ളത്. എന്നാൽ റഷ്യയിലും ഉക്രൈനിലും ഒക്കെ വെള്ള കളറാണ് നൽകുന്ന മുട്ടകൾക്ക്. അതുപോലെ ജർമ്മനിയിലും ഓസ്ട്രിയയിലും ഒക്കെ പച്ച കളറാണ് ഈസ്റ്റർ മുട്ടകൾക്ക്. അതിനൊക്കെ ഓരോരോ കഥകളുണ്ട്. അതിലേക്ക് നമുക്ക് വേറൊരു വീഡിയോയിൽ ഇത് ചെയ്യാം. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.